ക്രിസ്ത്യാനോ മെസ്സി യുഗം അവസാനിച്ചതിന് ശേഷമുള്ളൊരു ഫുട്ബോൾ ലോകം. അത് പലർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലൊരു സംഭവമായിരിക്കാം. ഞാനും അതിടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഇനി എന്ത് എന്നുള്ളത്. ഒബ്വിയസ്ലി ഫുട്ബോൾ എന്താ പറയുക, ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞ രീതിയിൽ അത് പോയിക്കൊണ്ടിരിക്കും. പുതിയ താരങ്ങൾ വരും, പുതിയ ലെജൻഡുമാർ പിറക്കും. അങ്ങനെയാണല്ലോ ഫുട്ബോളിൻ്റെ രീതി പറയുന്നത്. പെലെ, മറഡോണ, ക്രൈഫ്, അങ്ങനെ രീതിയിൽ നിന്നൊക്കെ മാറി മാറി ഓരോ കാലഘട്ടത്തിലും ഓരോ ഇതിഹാസങ്ങൾ വന്നുപോയി. പക്ഷേ ക്രിസ്ത്യാനോ മെസ്സി ആ രീതിയിലുള്ളൊരു ബാറ്റിൽ, അത്രയും ലോഞ്ചവിറ്റി ഉണ്ടായിട്ടുള്ളൊരു ബാറ്റിൽ, ആ രീതിയിൽ ഈവൻ ഫാൻ ഫൈറ്റ് ഉണ്ടായിട്ടുള്ളൊരു ബാറ്റിൽ കണ്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പിന്നെ മാത്രമല്ല, അന്നൊന്നും ഈ സോഷ്യൽ മീഡിയയും ആ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ചോദ്യം ഭയങ്കര ഒരു വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യം കൂടിയാണ്. പലർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളത് പോലെയാണ്. കാരണം പലരും ക്രിസ്ത്യാനോയുടെ കളി മാത്രം കാണുന്നവരുണ്ട്, മെസ്സിയുടെ കളി മാത്രം കാണുന്നവരുണ്ട്. എന്ന് കരുതി അവരൊന്നും ഫുട്ബോൾ ഫാൻസ് അല്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, നമ്മുടെ ഇഷ്ടങ്ങളാണല്ലോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അവരൊക്കെ പന്തളിനോട് തന്നെയാണ് പ്രണയമുള്ളത്. പന്തളിനോടുള്ള പ്രണയം കൊണ്ടാണല്ലോ ഇവരുമായിട്ടുള്ള ആ ഒരു അടുപ്പം വന്നുള്ളത്. അപ്പോൾ അവരൊക്കെ കളി കാണുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ അങ്ങനെ രണ്ട് ജിന്നുകൾ ഇനി ഉണ്ടാവില്ല, അതുറപ്പാണ്. അതിൽ സംശയമൊന്നുമില്ല.